ഗുരുവായൂരിലെത്തുന്ന ഓരോ ഭക്ത മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമാണ് മഞ്ജുലാലും ഗരുഡ പ്രതിമയും. മഞ്ജുലാലിന് മുന്നിൽ ഗുരുവായൂരിന്റെ മുഖമുദ്രയായി അരനൂറ്റാണ്ടിലേറെയായി ചിറക് വിരിച്ചു നിൽക്കുന്ന ഗരുഡ ശില്പം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങി. ഇപ്പോഴുള്ള സിമന്റ് ശില്പത്തിന് പകരം അതേ വലിപ്പമുള്ള വെങ്കല ശില്പമാണ് സ്ഥാപിക്കുന്നത്. ഇതിനായി മഞ്ജുലാലിന് ചുറ്റും കരിങ്കൽത്തറ കെട്ടി ബലപ്പെടുത്തുന്നതാണ്. മാത്രമല്ല മഞ്ജുലാലിന് മുന്നിൽ പുതിയ അലങ്കാര ഗോപുരവും നിർമ്മിക്കുന്നതാണ്. ഇനി ഓരോ ഭക്ത മനസ്സുകളിലും മഞ്ജുലാലിന് പുതിയ മുഖചിത്രമായിരിക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ ശരിക്കും പറയാൻ ഇന്നത്തോടുകൂടി ഇന്നിവിടെ ഒരു പൂജ നടക്കാൻ പോകട്ടെ. ഗരുഡന് മുന്നിൽ, ഗരുഡനാലിൻ്റെ മുന്നിൽ ഒരു പൂജ നടക്കാൻ പോവാ. പൂജ മറ്റൊന്നുമല്ല, ഇത് ഇപ്പം നിലവിലുള്ള ഈ ഒരു മുഖം ഗരുഡൻ്റെ ഇത് പൊളിച്ച് പൂജയ്ക്ക് ശേഷം പൊളിച്ച് പുതിയ വെങ്കലത്തിലോ മറ്റോ പുതിയ രൂപം വരാൻ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയ രൂപത്തിലാണ് ഇനി ഈ ഒരു ഗരുഡനാല്. അപ്പോൾ ഇത് പൊളിക്കാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പൂജയോട് ഭാഗമായിട്ടാണ് ഇന്നിവിടെ ആകെ ഒരുക്കി, അതായത് വൃത്തിയാക്കിയിട്ട് പന്തലൊക്കെ ഇട്ട് വൈകിട്ട് 6 മണിക്ക് ഇന്ന് പൂജ നടക്കുന്നത്. അപ്പം അതിനു മുമ്പ് അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ഇങ്ങനൊരു രൂപം പകർത്താൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി പതിയെ ഈ രൂപവും എല്ലാം ഭംഗിയാക്കി കാണാൻ സാധിക്കട്ടെ. ഇതും കൂടി അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കട്ടെ. തറയൊക്കെ മാറ്റുന്നുണ്ട്, മൊത്തത്തിൽ പൊളിക്കും തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പഴമയുള്ളൊരു എത്ര കാലത്തോളം പഴക്കം ഉണ്ടാവും തന്നെ എനിക്കറിയില്ല. ഇത് കാണുന്ന ആളുകൾക്ക് അറിയുന്നുള്ളവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു മുഖത്തോടു കൂടി കാണാം. ഹരേ കൃഷ്ണ.